അധിക തീരുവയ്ക്ക് പിന്നാലെ വീണ്ടും ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ തുടരുമെന്ന് ട്രംപ് ആവർത്തിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ കൂടുതൽ പിഴച്ചുങ്കം ഏർപ്പെടുത്തുമെന്നാണ് ഭീഷണി. വിഷയത്തിൽ പാർലമെന്റിലെ ഇരുസഭകളും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു. അപർണ കാർത്തികയും നോബൽ മാരിക്കാരനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അപർണ കാർത്തികയിലേക്ക്. അപർണ കാർത്തിക, അധിക തീരുവ, വീണ്ടും ഭീഷണി, ട്രംപ് അതിര് കടന്നുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. പേടിപ്പിക്കാൻ നോക്കുകയാണോ ട്രംപ്? തീർച്ചയായും ട്രംപിന്റെ നീക്കങ്ങൾ കാണുമ്പോൾ പേടിപ്പിക്കുക തന്നെയാണ് ലക്ഷ്യം. പക്ഷേ അതിന് കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇന്നിതാ അതേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല. ഇതിന് വ്യക്തിപരമായി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തനിക്കറിയാം. പക്ഷേ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. രാജ്യത്തെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി, ഇവിടെയുള്ള കർഷകർക്ക് വേണ്ടിയും കന്നുകാലികളെ വളർത്തുന്നവർക്ക് വേണ്ടിയും എല്ലാം ജീവിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് യാതൊരു തരത്തിലും ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല. അധിക തീരുവ എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. വ്യാപാര ബന്ധത്തിൽ ഇത് വലിയ വിള്ളലുണ്ടാക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ഒരടി പോലും പിന്നാക്കം പോകില്ല എന്ന കൃത്യമായ സൂചനയാണ് നരേന്ദ്രമോദി ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള നടപടിയും ഇനി രാജ്യം ആലോചിക്കുന്നേയില്ല എന്ന് അസന്നിഗ്ധമായി പറയുക കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തായാലും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ പിഴച്ചുങ്കം ഈടാക്കുന്ന നടത്തിലേക്ക് നേരത്തെ തന്നെ അമേരിക്ക എത്തിയിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ വീണ്ടും തീരുവ കൂട്ടും. ഇനി രാജ്യം എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശീതയുദ്ധം എന്നുള്ളത് അതിൻ്റെ തലത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എന്ത് നടപടി ഇന്ത്യ സ്വീകരിച്ചാലും അതിനെ എതിർക്കുക എന്നുള്ള തരത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ട്. 50% തീരുവ എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തീരുവ തന്നെയാണ്. ഇന്ത്യക്കും ബ്രസീലിനും മാത്രമാണ് നിലവിൽ 50% അധിക തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് 90 ദിവസത്തെ ഇളവ് നൽകിയിട്ടുണ്ട്. ഇന്ത്യക്ക് ആ ഇളവ് പോലും നൽകിയിട്ടില്ല. നിലവിലെ ഇന്നലെ ഉത്തരവിട്ടിരിക്കുന്ന പ്രകാരമാണെങ്കിൽ 27-ാം തീയതി മുതൽ ഈ അധിക ചുങ്കം എന്നുള്ളത് പ്രാബല്യത്തിൽ വരും. അത് ഇന്ത്യയുടെ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം കേരളം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായി തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.